ഓക്കെ, അപ്പോൾ നമുക്ക് 10 മാർക്കിലാണ് എക്സാം. സോ 10 മിനിറ്റ് വേഗോട്ടെ ബേബ ഒന്നുകൂടെ പറയണ്ടല്ലോ, ഓർമ്മയില്ലേ? നാളെ 7 to 9:30 സോഷ്യൽ എക്സാം ഉണ്ട്. എക്സാം ടോപ്പിക്സ് ഏതായിരുന്നു സാർ? എക്കണോമിക്സ് 1ഉം ജോഗ്രഫി 3 and 4ഉം. ഓക്കെ, 3 and 4 ചാപ്റ്റേഴ്സ് കേട്ടോ. 7 PM to 9:30 ആണ്, കമ്പൈൻ ക്ലാസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ നെയിം ദ ഗ്യാസ് കളക്ടഡ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡിൽ ഏതാ? ആനോഡിൽ ഓക്സിജൻ, കാഥോഡിൽ ഹൈഡ്രജൻ. Okay, why is the volume of one gas collected at one electrode is 2 times the gas collected at the other? The gas which is collected is double the amount during the electrolysis of water is hydrogen. This is because water contains 2 parts of hydrogen element as compared to 1 part of oxygen element by volume. Equation എഴുതിയാലും മതി അല്ലേ? H2 plus 2O2 gives 2H2 എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ? ആ ഇക്വേഷൻ എഴുതിയാലും മതി. ഓക്കെ, യെസ്, അല്ല 2H2 plus O2 gives 2H2. ആ ഇക്വേഷൻ എഴുതി വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിന്റെ വോളിയം മറ്റേതിനേക്കാൾ ഡബിൾ ആയിരിക്കും. അതിന്റെ റീസൺ ആണിത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സാർ, ക്വസ്റ്റ്യൻ യെസ്. ഓക്കെ, റൈറ്റ് വൺ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് എനി വൺ ഓഫ് ദ ഗ്യാസസ് ഇവോൾവ്ഡ് ഇൻ ദിസ് കേസ്. എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈസ് ഷോൺ അറ്റ് ദ മൗത്ത് ഓഫ് ടെസ്റ്റ് ട്യൂബ് കളക്ടഡ് ഫ്രം ആനോഡ് ആൻഡ് ദെൻ മാച്ച് സ്റ്റിക്ക് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഓക്കെ, ടോട്ടൽ എത്ര? 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്സ്, എ പാർട്ട് 2 മാർക്സ്. ഓക്കെ, ബി പാർട്ടില് 1.5 മാർക്സ്, സി പാർട്ടിന് 1.5 മാർക്സ്. അപ്പോൾ മൊത്തം 3, 2, 5. യെസ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ. നിങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി എഴുതുന്നതിന് പകരം അവിടുത്തെ ഇക്വേഷൻ പ്രോപ്പറായി എഴുതിയിട്ടുണ്ട്. അവിടെ എന്താ പറയാ, അവിടുത്തെ ബാലൻസിങ് പ്രോപ്പറായി കൊടുത്തിട്ടുണ്ടെങ്കിലും മതി. കാഥോഡ് നെഗറ്റീവിലോട്ട് ഹൈഡ്രജൻ വരും. അതുപോലെ തന്നെ ആനോഡിൽ ഹൈഡ്രജൻ. യെസ്, കറക്റ്റ് ആണ്. സി ക്വസ്റ്റ്യൻ. യെസ്, അതായത് ഹൈഡ്രജൻ വരുന്ന ഇലക്ട്രോഡ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അവിടെ ആനോഡ് കാഥോഡ് നോക്കണ്ട, ഹൈഡ്രജൻ വരുന്ന ഇലക്ട്രോഡ്. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് വരുന്ന ഇലക്ട്രോഡിലോട്ട് മക്കളെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൈഡ്രജൻ വരുന്ന ഇലക്ട്രോഡിലോട്ട് എന്ത് ചെയ്യുക? ഒരു ബേണിംഗ് മാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോപ്പ് സൗണ്ടോട് കൂടി ബേൺ ചെയ്യും. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. അതാണ് അവിടെ വരേണ്ടത് കേട്ടോ. ആനോഡ് കാഥോഡ് നോക്കണ്ട. യെസ്, കാഥോഡാണ് വരിക. ശരിയാ. ഓക്കെ, കാഥോഡാണ് വരിക. കറക്റ്റ് ആണ്. അടുത്തതിലോട്ട് പോട്ടെ. യെസ്, translate the following statement into chemical equations and then balance them. Barium chloride react with aluminum sulfate to give aluminum chloride and a precipitate of barium sulfate. Okay, equation proper ആയി എഴുതുക. Okay, 3BaCl2 plus 2 Al2SO4 thrice gives 2Al thrice plus 2AlCl3 plus 3BaSO4. 1.5 marks കേട്ടോ. Okay, then aluminum metal reacts with steam to give aluminum oxide and hydrogen gas. Okay, മക്കളെ ഇവിടെ സ്റ്റേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. വാട്ടറിൽ ഗ്യാസ് എന്ന് കൊടുത്തിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ ഹാഫ് മാർക്ക് കുറയ്ക്കണം കേട്ടോ. ഓക്കെ, കാരണം സ്റ്റീം എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ടറിന്റെ കൂടെ ഗ്യാസ് എന്ന് കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ബാക്കിയുള്ളതിൽ സ്റ്റേറ്റ് ഇല്ലെങ്കിലും ഞാൻ മാർക്ക് കുറയ്ക്കില്ല. പക്ഷേ വാട്ടറിന്റെ കേസിൽ ഇവിടെ എന്തെന്ന് വേണം? ഗ്യാസ് എന്ന് വേണം കേട്ടോ. ഓക്കെ, യെസ്, അലുമിനിയം മെറ്റൽ റിയാക്ട് വിത്ത് സ്റ്റീം ടു ഗിവ് aluminum oxide, that is Al2O3 plus 6H2. ഓക്കെ, സോ ഇല്ലടാ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് 2Al plus 3H2 gives Al2O3 plus 3H2. അങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. കറക്റ്റ് ആണ്. എഴുതാം. കറക്റ്റ് ആണ് കേട്ടോ. യെസ്, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഷോ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ഫെറസൾഫേറ്റ്. ഓക്കെ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, എ റിയാക്ഷൻ ഇൻ വിച്ച് സിംഗിൾ റിയാക്ടന്റ് ബ്രേക്സ് ഡൗൺ ടു ഫോം 2 or more products is known as decomposition reaction. എന്താണെന്ന് മാത്രം മതി.
ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ ഡെഫിനേഷൻ എഴുതിയാൽ 1 മാർക്ക്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എഴുതിയാൽ 1 മാർക്ക്. കൊടുത്തോ? യെസ് കൊടുത്തോ. അത് ഉള്ളത്. ഓക്കെ, ദെൻ അതിൽ എന്താ പറയുക, റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഷോ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽ. ഓക്കെ സാർ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റലിന്റെ തെർമൽ ഡീകമ്പോസിഷൻ ദാ ഇക്വേഷൻ ഈ കാണുന്നതാണ്. ഓക്കെ, FeSO4 decomposes to form Fe2O3 plus SO2 plus SO3. Equation 1 mark. Total, first question 5 marks, second question 3 marks, third question 2 marks, total 10 marks. മാർക്ക് ആഡ് ചെയ്യുക, ഷാഡോ ടെക്സ്റ്റ് അയക്കുക, തിരിച്ചു വരാം.